പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ബ്രിക്സ് പാർലമെന്ററി ഫോറം. പഹൽഗാം ആക്രമണത്തെ പ്രത്യേകം പരാമർശിച്ച പ്രമേയം ബ്രിക്സ് പാർലമെന്ററി ഫോറം അംഗീകരിച്ചു. ഏതൊക്കെ ന്യായീകരണങ്ങൾ നിർത്തിയാലും ഭീകരപ്രവർത്തനങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന പ്രമേയത്തിലൂടെ അംഗീകരിച്ചു. ഭാരതത്തെ പ്രതിനിധീകരിച്ച് സമ്മേളനത്തിലെത്തിയ സ്പീക്കർ ഓം ബിർള ശക്തമായ പ്രമേയം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഭീകരതയെ പ്രതിരോധിക്കുന്നതിന് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതും ഭീകരതയ്ക്ക് ധനസഹായം ഒഴിവാക്കുന്നതും സംബന്ധിച്ച് സംയുക്ത നീക്കങ്ങൾ അനിവാര്യമെന്നും ഓം ബിർള പറഞ്ഞു. Today India stands firm on the zero tolerance policy towards all forms of terrorism and respond decisively to every acts on terror. Our zero tolerance policy against terrorism is informed through robust laws and empowered institutions. India actively participates in global counter-terrorism effort, whether in halting terror financing, sharing intelligence, cooperating in investigations and judicial process, or preventing the misuse of modern technologies. India has long faced challenge of cross-border terrorism. It is imperative that all nations ensure that terrorists are not used in any form of terrorism. ചൈന ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെട്ട സദസ്സിലായിരുന്നു നിലപാട്. ഭീകരതയോട് ഒരു തരത്തിലുള്ള സമരസപ്പെടലും അനുവദിക്കാനാവില്ല. ഭീകരതയ്ക്ക് ന്യായീകരണങ്ങൾ ഇല്ല എന്നും ഭാരതം നിലപാടെടുത്തു. UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള ഫോറങ്ങളും പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്ന നിലപാടിനെ അപലപിച്ചിരുന്നു. ഭീകരതയെ സംബന്ധിച്ച് ഇന്റലിജൻസ് വിവരങ്ങൾ പരസ്പരം കൈമാറണമെന്നും ഭാരതം ആവശ്യപ്പെട്ടു. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഓം ബിർള സമ്മേളനത്തിൽ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.